എന്റെ നടുവേ അയ്യോ ഒന്നും പറയണ്ട. ഞാനും എന്റെ ഇച്ചായനും കൂടെ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പാരച്ചൂട്ടിൽ കിടന്ന് ചുറ്റുമായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് പകുതിക്ക് വെച്ച് ഈ പാരച്ചൂട്ട് പൊട്ടി. പകുതി ദൂരം ഞാനും എന്റെ ഇച്ചായനും ഒന്നിച്ചുണ്ടായിരുന്നു. പകുതിക്ക് ശേഷം ഇച്ചായനെ കാണുന്നില്ല. ഇങ്ങേരുത് എങ്ങോട്ട് പോയി? ഇങ്ങേർക്കാണെങ്കിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള മനുഷ്യനാ. ഇങ്ങനെ പോയാ എന്നെ വെള്ളസാരി ഉടുപ്പിക്കും. ഞാനാണ് ഈ തിരക്ക് വെള്ളസാരി ഇട്ട് എടുക്കാനും മറന്നു. ഇച്ചായ ഇച്ചായ ചായ ചായ വെളുപ്പാങ്കാലത്തെ കിടക്കാൻ നിന്നിച്ചിരുന്ന് ചോദിക്കുമ്പോ ഞാൻ നടത്തിക്കൊണ്ട് കൊടുക്കും. ഈ കൊടുങ്കാട്ടി ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരാനാണ്. എന്താന്ന്? ചായ വേണമെന്ന് പറഞ്ഞു. ഓ ചായ വേണോന്നാണോ ചോദിച്ചേ? നിങ്ങളെ കാണാഞ്ഞിട്ട് ഇച്ചായെന്ന് വിളിച്ചല്ലോ. അതാ എന്നെ പണി ഇച്ചായ നിങ്ങൾ കാണിച്ചേ. എന്താ പണിയാണ് ഞാൻ കാണിച്ചേ? ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് പകുതിക്ക് വെച്ച് എന്നെ ഇട്ടേച്ച് പോകാൻ പാടുണ്ടോ? പിന്നെ കയ്യെ പിടിച്ചോണ്ട് പോകാൻ നമ്മള് മൂന്നാറിൽ ടൂർ പോയതല്ലയോ. എടി പാരച്ചൂട്ട് പൊട്ടി താഴെ വീണാന്ന് മനസ്സിലാക്കണോടി ദേശാമേ. വീണിട്ട് ഇത്ര നേരം നിങ്ങൾ എവിടായിരുന്നു മനുഷ്യ? മേലിൽ ഞാൻ താഴെ വീണത് ഒരു പെരുമ്പാമ്പിന്റെ പുറത്താ. അയ്യോ എന്റെ ഞാൻ നോക്കിയപ്പോ ഡോൾഫിൻ പന്ത് പിടിക്കാൻ വരുന്ന പോലെ ഈ പെരുമ്പാമ്പ് വന്ന് എന്നെ അങ്ങ് വിഴുങ്ങി. എന്റെ കർത്താവേ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു മനുഷ്യ? എടി ഞാൻ ഇന്നലെ പിണ്ടതൈലം തേച്ചോണ്ടില്ലയോ വന്നേ. ആ പിണ്ടതൈലത്തിന്റെ വഴക്കെല്ലാം ഊർന്നിങ്ങി പോന്നു. ഞാൻ നിങ്ങളോട് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ താഴേക്ക് ഊർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോരോ സ്ഥലമുണ്ട് ഈ കാട്ടി. നിങ്ങളോട് ആരെ ഈ പെരുമ്പാക്കിന്റെ അണ്ണാക്കി ചെന്ന് കയറാൻ പറഞ്ഞേ? 150 അടി മോളിൽ നിന്ന് ഞാൻ താഴെ വരുന്നത്. ഇനി 5 സെന്റ് വസ്തു ഞാൻ വാങ്ങിച്ച് ഇവിടെ വീഴാൻ വേണ്ടി. ഇതാ പറഞ്ഞ വിധിയെ തടുക്കാനാവത്തില്ല. നിന്റെ മുന്നേ ഞാൻ വന്ന് വീടില്ലയോ. അതിലും വലിയതൊന്നും അല്ലല്ലോ ഈ പെരുമ്പാമ്പ്. എന്റെ ഇച്ഛായ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചൂടാവരുത്. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കാട്ടി വരിക എന്നുള്ളത്. എനിക്ക് അന്നേരെ സംശയമുണ്ട്. ഇവൾ ഈ പാരച്ചൂട്ടിന്റെ വള്ളി പൊട്ടിച്ചു വിട്ടതാണ് എനിക്ക് തോന്നുന്നത്. തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ. നിങ്ങൾ ആ വള്ളി പൊട്ടിച്ചെന്ന് എനിക്ക് ഉറപ്പാ. ഞാനങ്ങനെ പൊട്ടിക്കും. ഇവിടെ കടങ്കെട്ട് വീഴുന്ന അണ്ടയാറിന്റെ വള്ളി പോലും ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. പിന്നെ ആ പാരച്ചൂട്ടിന്റെ വള്ളി പൊട്ടിക്കുന്നത്. എന്റെ പൊന്നിച്ചായ, നമ്മൾ എന്നായാലും കാട്ടി വന്നേ. ഇനി 2 ദിവസം നമുക്ക് ഇവിടെ നിന്നേച്ചും പോവാം. നിന്നേച്ച് വാ. പിന്നെ നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നമ്മൾ വിരുന്ന് വന്നേല്ലയോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വഴി ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും അറിയോ? പിന്നെ ഈ കൊടുങ്കാട്ടിൽ എന്റെ ബന്ധുക്കാരും കൂട്ടുകാരും ഇല്ല ഇവിടെ എല്ലാം ഉള്ളത്. മുമ്പ് ഇതുവഴി ഒരു പന്നിയലി പോയില്ലയോ, അതെന്റെ പച്ചമ്പേറ മോനാ. എന്നിട്ട് അതിനോടൊന്ന് വഴി വയ്ക്കാൻ പാടില്ലായിരുന്നോ നിങ്ങൾക്ക്? എങ്ങനെ ചോദിക്കും? ഉള്ള ബന്ധുക്കാരെയൊക്കെ വെറുപ്പിച്ച് വെച്ചേക്കുവാ. നിനക്ക് പ്രാന്താ നിനക്ക്. അനക്കമുണ്ട് അവിടെ. കാടാവുമ്പോ അതൊക്കെ കാണും. എന്തോന്ന്? അനാക്കൊണ്ട. അനാക്കൊണ്ട അല്ലെന്ന് വരുന്നുണ്ട്. ഒച്ച കേട്ടെ വീണപ്പോ വെടി വിട്ടതാ. അമ്മോ, വെടിയെന്നാ പറഞ്ഞത്. ആണോ? അത് ഒറിജിനൽ തോക്കിന്നാ പോയത്. അതുകൊണ്ട് പിശുക്കോതാന്നല്ലോ കേട്ടെ. പഴയ പോലല്ല, ഇപ്പൊ ഉണ്ടക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ട് പിശുക്കിയാ ഞാൻ വിടുന്നത്. അത് ശരി. അതൊക്കെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇവിടോട്ട് വന്നിരിക്കെ. ഞാൻ ഈ വള്ളിയെ തൂങ്ങി വരുന്ന കണ്ടപ്പോ ഇത് കിടക്കാനാന്നാ വിചാരിച്ചേ. ഇവിടെ വന്ന് അങ്ങ് കിടക്കാനായിരുന്നില്ലയോ. അല്ല, വീണ വഴിക്ക് എന്തെങ്കിലും പറ്റിയോ? ആശുപത്രി വല്ലതും പോണോ? വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആശുപത്രി ഒന്നും പോകാറില്ല. പിന്നെ പച്ചമരുന്ന് ചികിത്സയാ മെയിൻ. പച്ചമരുന്നെന്ന് വെച്ചാ? പച്ചമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ച. അയ്യോ, കമ്മ്യൂണിസ്റ്റ് പച്ചയല്ല, കമ്മ്യൂണിസ്റ്റ് ചുമപ്പാ. ആ തമാശ ഏറ്റില്ല. എന്താ? കുയര് വരെ കൂവുന്നു. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലായിടത്തേക്ക് ഈ വള്ളി തൂങ്ങിയാണോ പോവാറ്? അയ്യോ, നാട്ടിലെ പോലെ ബസ്സും വണ്ടിയും ഒന്നും ഇല്ലല്ലോ. 6:30 ഒരു വള്ളി കിട്ടിയ കാരണം കറക്റ്റ് സമയത്ത് എനിക്ക് എത്താൻ പറ്റും. ആ കാണുന്ന മല കണ്ടോ, അങ്ങോട്ടേക്ക് 11:30 ഒരു വള്ളി ഉള്ളത്. ആ മരത്തിലേക്ക് ഞാൻ പോകും. പിന്നെ രാത്രി കഴിഞ്ഞാൽ ഇവിടെ വള്ളി ഒന്നും കിട്ടത്തില്ല. ഇരുട്ടി കഴിഞ്ഞാൽ വള്ളി ഏതാ പുള്ളി ഏതാന്ന് കാണാൻ പറ്റത്തില്ല. അത് ശരി, അങ്ങനെ അല്ലയോ? അതൊക്കെ പോട്ടെ, ഈ കാട്ടിൽ നിങ്ങൾ രണ്ടുപേരെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരാ? ഞങ്ങളിപ്പോ പൊട്ടി വീണതാ. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തോന്ന്? 2 ഉൽക്കയാണ് മേളിൽ നിന്നൊക്കെ പൊട്ടി വീഴുന്നത്. അത് സംഭവം എന്തോന്നറിയോ? വയസ്സാം കാലത്ത് ഇവക്ക് പാരച്ചൂട്ടെ കയറണമെന്ന് ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് എന്നെ വിളിച്ചോണ്ട് ഇവര് പാരച്ചൂട്ടെ കയറി പൊട്ടി ഈ കാട്ടി വീണതാണെന്ന്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇല്ല. എന്റെ ഈ തലയ്ക്ക് സർക്കാർ ഇട്ടിരിക്കുന്ന വില എത്രയാണെന്നറിയാവോ? എനിക്കറിയത്തില്ല. 50 ലക്ഷം രൂപ.
മാട്ടത്തലയ്ക്ക്. എന്തായാലും പറഞ്ഞായിരുന്നു. അല്ല, ഈ തലയ്ക്ക് 50 ലക്ഷം കിട്ടുമെങ്കിൽ ആ പൈസയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടെ? അതല്ല, അതിനെനിക്ക് ബുദ്ധിയുണ്ട്. 5 വർഷം കൊണ്ടാണ് ഇവർ ഈ തലയ്ക്ക് 50 ലക്ഷം രൂപ ഇട്ടത്. ഒരു 5 വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 1 കോടിയാകും. അത് കഴിയുമ്പോ ഈ തല കൊടുത്ത ആ കാശ് മേടിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കും. പിന്നെ തലവേദന ഇല്ല. അതെന്താ? തല കൊടുത്തില്ല, പിന്നെ എങ്ങനെ തലവേദനിക്കാനാണ്? അത് ശരി. അത് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ എവിടുന്നാ വന്നേ? നിങ്ങളാരാ? ഞാനോ? ഞാൻ ആരാന്ന്? ഭയങ്കര തമാശ. ഞാൻ ആരാന്ന്? ഞാൻ പറഞ്ഞു വന്ന കൊള്ളക്കാരനായിട്ട് വരും. പറയാതെ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴക്കാരനാണോ? അതല്ലെന്ന്, ഞാൻ ശരിക്കും കൊള്ളക്കാരനാണ്. കൊള്ളക്കാരനാണോ? അയ്യോ, പേടിച്ചതാണോ? അല്ല, പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു കൊള്ളക്കാരനെ കാണുന്നത് എന്റെ എക്സൈറ്റ്മെന്റ് ആണോ? നന്നായിട്ടുണ്ട്. അല്ല കൊള്ളമോനെ, നിങ്ങളുടെ പേരൊന്ന് പറയാവോ? എന്റെ പേര് മലസുഗു. പേടിച്ചു മാറിയതാണോ? പേടിച്ചു മാറിയതല്ല, പേര് കേട്ട് മാറിയതാ. ഈ പേരെനിക്ക് വീണ എങ്ങനെയാന്ന് അറിയാവോ? കാല് വഴുതി വീണായിരിക്കും, അല്ലെ വീഴത്തില്ല. പതുക്കെ പറഞ്ഞാ മതി. എന്താ? ഇല്ല, നേരത്തെ കൂവിയ കുയിൽ ഇരിയും കൂവും. തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മച്ചി, ആ കാണുന്ന മല കണ്ടോ? ആ മലയാണോ നിനക്ക് ഈ പേരിട്ട്? ദൈവമേ, കൂവി കൂവി കുയിലിന്റെ ഒച്ച പോകുന്ന ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നോണ്ട് ഞാൻ ചോദിക്കുക, ഈ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ കാടും നാടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിൽ ജീവിക്കാനാ സുഖം. അതെന്താ? അതെന്താന്ന് വെച്ചാൽ, നാട്ടിൽ ജീവിക്കാണ് ഒരുപാട് കാട് വേണം. ഒരുപാട് കാടൊന്നും വേണ്ട. ആര് പറഞ്ഞു? റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാർഡുണ്ടെങ്കിലേ നാട്ടിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ കാട്ടിലാണെങ്കിൽ ഒറ്റ കാർഡ് മതി. ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടും ചോദിക്കുക. ചോദിച്ചോ. നിന്റെ ഈ കാട് പോലത്തെ തല നിനക്കൊന്ന് വെട്ടി നികത്തി നടന്നൂടെ? അയ്യോ, ഇത് വെട്ടാൻ പറ്റത്തില്ല. എന്താ? ഇപ്പൊ ഒരു കുടുംബ പ്രശ്നത്തിൽ കിടക്കുക. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കാക്ക വന്ന് 5 മുട്ടയിട്ടു. ഇത് കണ്ടോണ്ട് കുയിലും വന്ന് കൂട്ടത്തിൽ മുട്ടയിട്ടു. ഇപ്പൊ അവര് പറയുന്നത് അവരുടെ കുടുംബമായി ഇതാന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ കുടുംബ പ്രശ്നം തീർക്കല എന്റെ മെയിൻ പരിപാടി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അടുത്ത ചൊവ്വാഴ്ച ഈ കുടുംബം ഭാഗം വെക്കണമെന്ന് അവര് പറഞ്ഞേക്കോ. എങ്ങനെങ്കിലും ഒരു കാര്യം ചെയ്യുമോ? ഞങ്ങളെ ഈ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് നാക്കി തരാമോ? അയ്യോ, അത് റിസ്ക് ആ കേട്ടോ. അതെന്താ? കാരണം നേരെ ഒരുപാടായി. അത് മാത്രമല്ല, എനിക്ക് മൃഗശ്രീക്ക് പോണം. അയ്യോ, അല്ലയോ? അത് കാട്ടിൽ ഇത് മൃഗശ്രീയാണ്. അതായത് ചന്ദ്രപ്പനാണ് ഇന്നലെ ചിട്ടി വീണത്. അതുകൊണ്ട് ചന്ദ്രപ്പന്റെ കാശ് എന്റെ ഇരിക്കും. ഇതുകൊണ്ട് കൊടുക്കണം ചന്ദ്രപ്പന്. അപ്പൊ ഈ ചന്ദ്രപ്പനെ കൊണ്ട് വെച്ച് എന്നെ നാട്ടിലാക്കാൻ പറ്റത്തില്ലയോ? ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞത് സിംഹമാണ്. ഈ സിംഹത്തിന് എന്തിനാ കാശ്? അവന്റെ ഗുഹയുടെ മെയിൻ്റെനൻസ് പണി നടക്കുവാന്നാ പറയുന്നത്. അതുകൊണ്ട് കാശ് കൊണ്ട് കൊടുത്തില്ല, അവൻ വന്ന് പുല്ല് തിന്നും. ഇവിടുത്തെ സിംഹമൊക്കെ പുല്ലാണോ തിന്നുന്നേ? ഈ പുല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. പേടിക്കൊന്നും വേണ്ട. നീ വന്നോടാ കുട്ട. 6 മാസമായല്ലോ നിന്നെ കണ്ടിട്ട്. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. എനിക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ആനയില്ലയോ അത്? അരിക്കൊമ്പന. എനിക്ക് അരിയുമായിട്ട് വരുന്ന ഇവൻ ഇപ്പൊ ഒരു 6 മാസമായിട്ട് അരി കൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് താമസിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. അത് ശരി. നാട്ടിൽ അങ്ങനെ പരക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ആന അരി എടുത്തോണ്ട് വന്ന് എവിടെ കൊണ്ടുപോകാന്ന്? ശരിക്കും പറഞ്ഞ ഈ അരിക്കൊമ്പൻ അരി കൊണ്ട് തന്നോരുത് എനിക്കാ. നിങ്ങൾ ഇനി നാട്ടിൽ പോയതും പുറത്ത് പറയാൻ നിൽക്കണ്ട. ആനയും പുലിയും ഒക്കെ വരുന്നത് എങ്ങനെങ്കിലും ഞങ്ങളെ ഈ നാട്ടിലോട്ടൊന്ന് ആക്കി തരാമോ? ഇന്നിനിപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നിവിടെ കൂടി നമുക്ക് കരീമിന്റെ പാട്ടൊക്കെ കേട്ട് ഷേർലിയുടെ ഡാൻസ് ഒക്കെ കണ്ട് നാളെ പോവാം. കരീമൊക്കെ ആരാ? നാട്ടിൽ നിന്ന് വരുന്നവരാണോ? കരിമ്പുലി, അയ്യോ, അപ്പൊ ഷേർലി, മലമ്പാമ്പ്. അവിടെ ചില പുഴുവടി ഡാൻസ് ഉണ്ട്. കൂറ്റ് സാധനമാണ്. വന്ന് എനിക്ക് നന്നായിട്ട് വിശക്കുന്ന ഇച്ചായ. എടീ, വിശക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്തോ എടുത്തിട്ട് തരാനാ? ഈ ചെറുക്കനോട് ചോദിച്ചു വല്ല ഉണ്ടോന്ന്. മോനെ, ഈ അമ്മച്ചിക്ക് വിശന്നിട്ട് പോയാ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വീണതാ. എന്റെ തിന്നായിരിപ്പുണ്ടോ? വെടിയിറച്ചി വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ഈ വാ കൊണ്ട് വെക്കുന്നതല്ലാതെ ഇതുവരെ നേരിട്ട് വെച്ചിട്ടില്ല. ഈശ്വരാ, എന്തോ ചെയ്യും? പൈസ കയ്യിലുണ്ടായിട്ടുണ്ടെന്ന് എന്ത് കാര്യം? പട്ടിണി കിടന്ന് ചാവാനാന്നല്ലോ വിധി. എന്റെ തമ്പുരാനെ, പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്? പൈസ ഇല്ലല്ലോ. ഉണ്ടായിട്ടില്ല. പൈസ ഉണ്ടെന്ന് പൈസ ഇല്ലെന്നോ? എന്റെ കള്ളത്തിനും പറയരുത്. അയ്യോ, എന്റെ പൊന്നുമോനെ, ഇയാൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അവിടുന്ന് എവിടെ പോയാലും കള്ളേ പറയൂ. പൈസ എപ്പോ ഉണ്ടോ? പൈസ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്നും എടുക്കുന്ന പോലെ പൈസ എടുത്തിട്ടില്ല. വെറും 5 ലക്ഷം രൂപയെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 5 ലക്ഷം രൂപ കുറവാ. 5 ലക്ഷം രൂപയും കൈ വെച്ചിട്ട് രണ്ടുപേരും കൂടെ കാട്ടി വന്നിരിക്കുക. അത് എന്റെ പൊന്നമ്മാവ, നിങ്ങൾ ഈ കാട്ടിലൊക്കെ ഈ വയസ്സാം കാലത്ത് ഇത്രയും പൈസ ആയിട്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കൊള്ളക്കാരന്മാർ വന്ന് കൊള്ളയടിച്ചാ എന്ത്? ഇനിയിപ്പോ എന്ത്? എനിക്കാണെങ്കിൽ മൃഗശ്രീക്ക് പോവുകയും വേണം. അയ്യോ, നിങ്ങൾ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനും പറ്റും. ഇത്രയും പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ? ഒരു കാര്യം ചെയ്യാം,
ഇനിയിപ്പോ ഏതെങ്കിലും കൊള്ളക്കാരന്മാര് നിങ്ങളെ കൊള്ളയടിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് തരാം. അതൊക്കെ വേണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് വേണം, അതിന് ആവശ്യമുണ്ട്. വേണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്ന് പറയൂ എനിക്ക്. താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു കൊള്ളക്കാരനാകാം. ആട്ടെ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അപ്പോ നിങ്ങളുടെ അടുത്ത് പ്രതിരോധിക്കാൻ വന്നാൽ മതി. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് അങ്ങോട്ട് മാറി നിന്ന് കണ്ടോളൂ. ശ്രദ്ധിച്ച് കണ്ടോണം. സത്യം പറയടാ, കാശും പണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നുണ്ട്? ഈ ബാഗിനകത്തിലായിരിക്കുന്നത്. എടാ, ഒരു കൊള്ളക്കാരൻ വന്ന് ചോദിക്കുമ്പോ ഇങ്ങനാണോ പറയുന്നത്? പിന്നെ കൊള്ളക്കാരൻ വന്ന് ചോദിക്കുമ്പോ കാശും പണവും ഉണ്ടെന്ന് പറയരുത്. അപ്പൊ ഇല്ലെന്ന് പറയണോ? ഇല്ലെന്ന് പറയണം. അതായത് ഞാനിപ്പോ കൊള്ളക്കാരനായിട്ട് വന്ന് നിങ്ങളോട് ചോദിക്കും കാശും പണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആക്കെ പിടിച്ചോ, കാശും പണമൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്താ നിന്റെ ചോക്കേടാ? ആദ്യം പറഞ്ഞു ഇല്ലെന്ന് പറയണം, പിന്നെ പറഞ്ഞു ഉണ്ടെന്ന് പറയണം. നിനക്കിപ്പോ എന്താണ് വേണ്ടേ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെന്ന് വെച്ചപ്പോ എന്റെ അടുത്ത് ദേഷ്യപ്പെടുക. കാര്യം ഞാൻ പറയാം. പൈസ എവിടെ? പൈസ ഇവിടെ ഉണ്ട്. എടുക്ക്. പൈസ എടുക്ക്. നെക്ലസ് എടുക്ക്. നെക്ലേസ് ഉണ്ട്. മനസ്സിലായി? ഇങ്ങനെ കാശും പണവും മേടിച്ചോണ്ട് പോകുന്നതാണ് ഇതിന്റെ ക്ലൈമാക്സ്. അതെപ്പോഴും ഓർമ്മയിരിക്കണം. ഓക്കെ എന്നാ അവിടെ നീ ഇപ്പൊ ഞങ്ങളുടെ ഈ കാശും പണം കൊള്ളയടിച്ചോണ്ട് പോകുന്നതല്ലേ നീ കാണിച്ചോളൂ. ഈ കൊള്ളക്കാരനെ നീ കാശും പണം തിരിച്ചു വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് നിനക്കറിയാവോ? റേശാമേ, കാണിച്ചു കൊടുക്കടി. പ്രഭാതഭേരി. സമ്പതി വാർത്ത സുഗന്ധ ഭരതവാണിജ്യ സാഗര. അവന്റെ സാഗര. അവനെ അയ്യോ അയ്യോ, റേശാമേ മുറുക്കി പിടിച്ചോണേ. അയ്യോ അയ്യോ, പോയേ പോയേ പോയേ. എന്റെ കാക്കമ്മയുടെയും കുയലിന്റെ കുടുംബം പോയേ. എടാ, അതുകൊണ്ട് ഒരു കുടുംബഹനം ഇല്ലാതായില്ലോടാ. താനെന്ത് പണിയാണോ കാണിച്ചത്? എടാ, ഞാൻ പറഞ്ഞതാണോ ഇത് എടുത്തോണ്ട് ഞാൻ പോകുന്നതാണ് ക്ലൈമാക്സ് എന്ന്? പിന്നെ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളോട് പറഞ്ഞു മാറ്റി കളിക്കാൻ. ഓനെ അത് ക്ലൈമാക്സ്, ഇത് ആന്റി ക്ലൈമാക്സ്. അമ്മ